ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 65-ാമത്തെ എപ്പിസോഡാണ് കൃപയാൽ നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലൂടെയുള്ള ആത്മീക യാത്ര നാം തുടരുന്നു. നാം 6-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചാലും. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാങ്ങളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കിക്കൊണ്ടുപോകുവീൻ. പിന്നെ യഹോവയുടെ പെട്ടകമെടുത്ത് കാളവണ്ടിയിൽ വെപ്പീൻ. നിങ്ങൾ അവന് പ്രായശ്ചിത്തമായി കൊടുത്തയക്കുന്ന പൊന്നുരുപ്പടികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വച്ച് അത് തനിച്ചു പോകുവാൻ വിടുവീൻ. പിന്നെ നോക്കുവീൻ, അത് ബേത്ത്ശമേശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നുവെങ്കിൽ ദൈവം തന്നെയാകുന്നു നമുക്ക് ഈ അനർത്ഥം വരുത്തിയത്, അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് ദൈവത്തിൻ്റെ കൈയല്ല, എതിർച്ചയാ നമുക്ക് ഭവിച്ചതത്രേ എന്ന് അറിഞ്ഞുകൊള്ളാം. യഹോവയുടെ നിയമപ്പെട്ടകം ഫെലിസ്ത്യദേശത്ത് ഇരുന്നതുകൊണ്ട് യുദ്ധത്തിൽ അവരത് പിടിച്ചെടുത്തതുകൊണ്ട് അവർക്കുണ്ടായ വൻ അനർത്ഥങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ചിന്തയിൽ ഒരു കാര്യം വരികയാണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ, അതോ യഹോവയുടെ നിയമപ്പെട്ടകം നാം പിടിച്ചെടുത്തതുകൊണ്ട് നമുക്ക് ന്യായവിധിയായിട്ട് വന്നതാണോ? യഹോവയുടെ ന്യായപ്പെട്ടകം വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ ശക്തിക്കുറവ് കൊണ്ടല്ല അവരുടെ കയ്യിലെത്തിയത്. പ്രത്യുത ഇസ്രായേൽ ജനത്തിൻ്റെ പാപം നിമിത്തം ദൈവം അവിടുത്തെ നിയമപ്പെട്ടകം ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഫെലിസ്ത്യരെ സംബന്ധിച്ച് അവരനുഭവിച്ച വൻ പ്രശ്നങ്ങൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ യാദൃച്ഛികമായി വന്നതാണോ എന്നറിയാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവർക്കറിയാവുന്ന രീതിയിൽ അവരതിനെ പരിഹരിപ്പാൻ ശ്രമിക്കുകയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നതിനെക്കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനിടയാകണം. യാദൃച്ഛികമായി അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്കും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ പാപം നിമിത്തവും ചില പ്രയാസങ്ങൾ വരും. അത് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യവും ഇതിലേതു കൊണ്ടുവന്നതാണ് എന്ന് അറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുറവ് കൊണ്ടാണെങ്കിൽ കർത്താവിനോട് നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. എന്നാൽ ദൈവം അനുവദിച്ച മറ്റുള്ളവരെ പോലെ നമുക്ക് വരുന്ന വിഷയങ്ങളാണെങ്കിൽ കൃപയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകേണ്ടെന്ന ആവശ്യവുമുണ്ട്. ഇവിടെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ചെയ്ത വിഷയത്തെക്കുറിച്ച് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാണ് നുകം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കൾ? ഈ പശുക്കൾ വലിക്കുന്ന കാളവണ്ടിയിലാണ് യഹോവയുടെ നിയമപ്പെട്ടകം
അവർ ഇസ്രയേലിലേക്ക് വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ എന്തിനാണ് ആ പശുക്കിടാങ്ങളെ തള്ളപ്പശുക്കളുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോകുവാൻ അവർ നിർദ്ദേശിച്ചത്? അതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതുണ്ട്. നുകം വെച്ചിട്ടില്ലാത്തതും അതിന് പരിശീലനം ലഭിച്ചിട്ടില്ലാത്തതുമായ പശുക്കൾ തീർച്ചയായിട്ടും യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് ശാന്തമായി പോകുകയില്ല. അതിനുള്ള പരിശീലനം അതിന് ലഭിച്ചിട്ടില്ല. തന്നെയുമല്ല, തള്ളപ്പശുക്കളുടെ അടുത്ത് നിന്ന് കിടാക്കളെ അഴിച്ചുകൊണ്ടുപോയി വീട്ടിലിട്ടടയ്ക്കുമ്പോൾ കിടാക്കൾ ഉച്ചത്തിൽ കരയുകയും ആ കരച്ചിൽ കേൾക്കുന്ന തള്ളപ്പശുക്കൾ സ്വാഭാവികമായിട്ടും നുകത്തിൻ്റെ കീഴിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ തത്രപ്പാട് കാണിക്കുകയും ഏതു വിധേനയും കിടാങ്ങളുടെ അടുക്കിലേക്ക് എത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പശുക്കൾ യഹോവയുടെ പെട്ടകവുമായി ബത്ശമേശിലേക്ക് പോകുന്നുവെങ്കിൽ മാത്രമേ ഫെലിസ്ത്യ പട്ടണങ്ങളുടെ മേൽ വന്നതൊന്നും യാദൃച്ഛികമല്ലായിരുന്നുവെന്നും യഹോവയാം ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്നതും ഉറപ്പിക്കാം എന്നതായിരുന്നു ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിച്ചത്? ദൈവം കാര്യങ്ങളെ നിയന്ത്രിച്ചുവോ? വിശുദ്ധ തിരുവെഴുത്തിൽ നാം തുടർന്ന് ശമൂവേൽ 1 പുസ്തകം 6 അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രസ്തുത വാക്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം സന്ദർഭോചിതമായി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവരങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാങ്ങളെ വീട്ടിലിട്ടടച്ചു. ആ പശുക്കൾ നേരെ ബത്ശമേശിലേക്കുള്ള വഴിക്ക് പോയി. അവ കരഞ്ഞും കൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടെ തന്നെ പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാരും ബത്ശമേശിൻ്റെ അതിർവരെ പിന്നാലെ ചെന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് ഒന്നും പറയാനായിട്ടില്ല. അവരുടെ പട്ടണങ്ങളുടെ മേൽ വന്നത് യാദൃച്ഛികമായിട്ടുള്ളതല്ലെന്നും മറിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ ന്യായം വിധിച്ചുവെന്നുള്ളതും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ സർവശക്തൻ്റെ കരം ഭാരമായിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ മുൻപാകെ നെടുമ്പാട് വീണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ സമ്മതിക്കണം. എൻ്റെ ജീവിതത്തെ പരിശോധിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ സകല മനുഷ്യർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ പ്രയാസങ്ങളിൽ നമ്മെ നടത്തുവാൻ ദൈവകൃപ നമുക്ക് ലഭ്യമാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ശരിയല്ലാത്ത ഏതെങ്കിലും കാര്യമാണ് നമ്മുടെ പ്രയാസങ്ങൾക്ക് നിദാനമെങ്കിൽ, കാരണമെങ്കിൽ അത് ഉപേക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്ന് പരിശോധിക്കുവാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മുൻപാകെ അവിടുത്തെ കരം എനിക്ക് അനുഗ്രഹത്തിൻ്റേതാണോ അതോ ശിക്ഷയുടെ കരമായി ഭാരമായി നിൽക്കുന്നുവോ എന്ന് ചിന്തിക്കുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.